ആരോഗ്യകരമായ ജീവിതശൈലി, പ്രകൃതിയോട് പ്രതിബദ്ധത, വനമേഖലയിലെ ജനങ്ങളുടെ ക്ഷേമം. യാത്രകളിലൂടെ മാനസിക ഉത്സാഹം മാത്രമല്ല ഐട്രക്ക് എന്ന ട്രക്കിംഗ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. കടന്നുപോകുന്ന വഴികളിലെ പ്രകൃതിയും മനുഷ്യരും അവർക്ക് പരിഗണനാ വിഷയങ്ങളാണ്. 2020 ഇതിൻ്റെ തുടക്കം. അന്ന് ഞങ്ങൾ ഏകദേശം ഒരു 40 പേര് അഗസ്ത്യകൂടത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാളിൽ നിന്ന് 40, അങ്ങനെ ഒരാൾ മറ്റൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേർഡ് ഓഫ് മൗത്ത് വഴി ഇന്നിത് 500ഓളം പേരുള്ള ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല, നമുക്ക് നോക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള ആൾക്കാരും, അതായത് ടോപ്പ് ബ്യൂറോക്രസിയിലുള്ള ആൾക്കാർ മുതൽ അൺഎംപ്ലോയ്ഡായിട്ടൊരാൾ വരെയും, അല്ലെങ്കിൽ ആർമി, നേവി, എയർഫോഴ്സ്, അഡ്വക്കേറ്റ്സ് തൊട്ട് പ്രൊഫസേഴ്സ് തൊട്ട് മെഡിക്കൽ പ്രൊഫഷണൽസ് തൊട്ട് അങ്ങനെ സമസ്ത മേഖലയിലുള്ള ആൾക്കാരും ഒരുമിക്കുന്ന ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് ഐട്രക്ക് എന്ന് പറയുന്നത്. സംഘം ഇതിനോടകം 25ലധികം ട്രക്കിംഗ് ക്യാമ്പുകൾ നടത്തി. വനമേഖലയിലെ ജനങ്ങൾക്ക് കരുതലാകുക എന്നതാണ് സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പെൻഡൻറ്റ് കമ്മ്യൂണിറ്റീസ്, അതായത് ഫോറസ്റ്റ് ഗൈഡുമാർ, അല്ലെങ്കിൽ ട്രൈബൽസ്, ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്കുള്ള എന്ത് തരത്തിലുള്ള സഹായങ്ങൾ, നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന സഹായം, മേ ബി അവർക്കൊരു വീട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് രോഗത്തിലായിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള എന്തെങ്കിലും സഹായമായിരിക്കാം. അങ്ങനെ എല്ലാം തന്നെ ഈ സഹായത്തിനൊക്കെ തന്നെയും ഐട്രക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഇതിലെ 400-500 മെമ്പേഴ്സും ഒത്തൊരുമിച്ച് നമ്മൾ വന്ന് കൂടിച്ചേർന്ന് നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് സഹായിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. തിരുവനന്തപുരം വെള്ളറട കുരിശുമലയിലെയും പരിസരങ്ങളിലെയും മാലിന്യങ്ങൾ നീക്കുന്നതിനായി മാലിന്യ നിർമ്മാർജ്ജന യാത്രയാണ് സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. സാമൂഹ്യ പ്രതിബദ്ധതയിലേക്കുള്ള ഐട്രക്കിന്റെ യാത്ര തുടരുമെന്നാണ് കൂട്ടായ്മയിലുള്ളവർ ഉറച്ചു പറയുന്നത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുലെ, നമ്മൾ ഈ ട്രെക്കിംഗ് നടത്തുന്നവരോട് എന്തിനാണ് ട്രെക്കിംഗ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഒരു അഡ്രിനാലിൻ റഷ് ട്രെക്കിംഗ് നടത്തുമ്പോൾ ഉള്ളത്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണെന്ന് പറയാറുണ്ട്. ഇവിടെ ഐട്രക്ക് വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ യാത്രകൾക്ക് ഓരോ ലക്ഷ്യമുണ്ട് എന്നതാണല്ലേ. അവർ പ്രകൃതിയെയും മനുഷ്യരെയും ഒപ്പം കൂട്ടിയാണ് ഓരോ യാത്രകളും നടത്തുന്നത്, അല്ലേ? ഈ ഒഴിവു സമയങ്ങൾ എങ്ങനെ ആനന്ദകരമാക്കാം എന്നുള്ളത് നമ്മളെല്ലാം ചിന്തിക്കുന്നതാണ്. ആനന്ദത്തോടൊപ്പം ഉപകാരപ്രദമായ കുറച്ച് കാര്യം കൂടി എങ്ങനെ ചേർത്ത് വയ്ക്കാം എന്ന് കാട്ടിത്തരികയാണ് ഈ ഐട്രക്ക് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി ആണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് ആളുകൾ വന്ന് ചേർന്നൊരു വലിയ കൂട്ടമായി മാറിയതാണ് എന്ന് പറയുമ്പോഴുള്ള സന്തോഷമുണ്ട്. ആ കൂട്ടം എന്ത് കണ്ടാണ് വന്നതെന്നുള്ള വലിയ ചോദ്യമുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ചുരുക്കമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാത്ര ചെയ്യുമ്പോൾ അവർ സ്വന്തമായ ഒരു ലോകമുണ്ടാക്കുന്നു, തൊട്ടു മുന്നിൽ പുതിയൊരു ലോകമുണ്ടാക്കുന്നു. അവിടുന്ന് ഓർമ്മകളും അല്പം ഫോട്ടോകളും ബാക്കിയാക്കിയാകും എല്ലാവരും മടങ്ങി പോവുക. അതുമാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടത്, കടന്നു പോകുന്ന വഴിയിൽ ഉത്തരവാദിത്തത്തോടെ നടക്കുക. പിന്നാലെ നടന്നു വരുന്നവർക്ക് ഇത്രമാത്രം സുന്ദരമാണോ എന്ന് തോന്നും വിധം അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കുക, അവിടെയുള്ള കാര്യങ്ങൾ നന്നാക്കുക എന്ന് തോന്നി നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ തന്നെയാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മനുഷ്യരെയാണ്, ചിരിച്ചു നിൽക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ ദൃശ്യങ്ങളായി കണ്ടത്. അപ്പോൾ അവർക്കുള്ളിൽ ഉണ്ടാകുന്ന കഥകളെന്ന് പറയുമ്പോൾ ആ കഥയുടെ എല്ലാം ഒരു വാലറ്റത്ത് ആ സ്ഥലത്തിൻ്റെ മനോഹാരിത, സ്ഥലത്തിൻ്റെ അനുഭവം പറയുന്നതോടൊപ്പം അവർ ചെയ്തു തീർത്ത് ആ സ്ഥലത്തെ എങ്ങനെ മാറ്റി, ചെയ്തു തീർത്ത കാര്യങ്ങൾ കൂടി പറയും, ആ സ്ഥലത്തെ എങ്ങനെ മാറ്റി എന്ന് കൂടി പറയും എന്നുള്ളതാണ് ഈ യാത്രകളുടെയൊക്കെ മനോഹാരിത. അതുകൊണ്ട് തന്നെ യാത്രയിൽ അവരുടെ ഭാണ്ഡക്കെട്ടിനൊപ്പം ഒരുപാട് ചിന്തകളും ഉത്തരവാദിത്വവും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ബാഗിൽ ഞാൻ ചിന്തിച്ചത്, ഈ ബാഗിൽ അല്പം സ്ഥലം കാണും, ഈ പറയുന്ന പോലെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്ത് ബാക്കിയുള്ളവർക്ക് പകരണം എന്ന ചിന്ത കൂടി ബാഗിൽ വെച്ചുകൊണ്ടാകും ട്രക്കിങ്ങിന് പോകുക. എങ്ങനെ എന്തായാലും പുതിയ സ്ഥലം കാണുമ്പോൾ അതിനെ പുതിയ അനുഭവമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഒഴിവു സമയങ്ങളിൽ സന്തോഷവാന്മാരായി ഇരിക്കാൻ തീരുമാനിച്ചിറങ്ങുന്നവർക്ക് ഇങ്ങനെ കൂടി ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അത് മാതൃകാപരമാണ്. അത് ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കും പ്രചോദനമാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഐട്രക്ക് ഇങ്ങനെ ഒരുപാട് യാത്രകളായി ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ, നല്ല പ്രവൃത്തികൾ ഇനിയും തുടരട്ടെ.